ഇപ്പോൾ ഈ പറയുന്ന വിഷയം എത്ര അമ്മമാരുമായിട്ട് കണക്റ്റഡ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വിഷയത്തെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കണം. അത് ഇന്നലെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായതാണ്. എനിക്ക് അടുത്തറിയാവുന്ന ഒരു ചേച്ചിയുടെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു വിഷയമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അത് പലർക്കും ഒരുപക്ഷെ പ്രയോജനം ചെയ്തേക്കും. ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം മറന്ന് അവർ അമ്മമാരെ സ്നേഹിക്കാനും അവർക്ക് കഴിയട്ടെ. അതായത് എൻ്റെ സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന, സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർ 19-ാമത്തെ വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് അവരുടെ സഹോദരങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു. അവരുടെ അമ്മയ്ക്ക് താങ്ങും തണലുമായിട്ട് നിന്നു. അവർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവർ സ്വന്തമായിട്ട് അവരുടെ പഠിപ്പിനനുസരിച്ചുള്ള ഒരു സ്ഥാപനം ഇട്ടു. നല്ലപോലെ ജോലി ചെയ്യുന്നു. അവർ കല്യാണം കഴിച്ചു. അവർക്ക് നല്ല 2 കുട്ടികളുണ്ടായി. ആ കുട്ടികളുണ്ടായെങ്കിലും അവർ ഈ പറഞ്ഞ പോലെ അവരുടെ കഷ്ടപ്പാടുകൊണ്ടും അവരുടെ അവർ നല്ല ഭക്തിയുള്ളൊരു സ്ത്രീയാണ്. അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷെ അവർ നല്ല സുന്ദരിയായിട്ട് ഇന്നും ഇരിക്കുന്നു. ഒരു 50-52 വയസ്സ് 53 വയസ്സുള്ളൊരു സ്ത്രീയെ കണ്ടാൽ ഇപ്പോഴും ഒരു 35 വയസ്സുകാരുടെ ചുറുചുറുക്കോടെ അവർ ജീവിക്കുന്നു. അവരുടെ ഏറ്റവും വലിയൊരു വിഷമം എന്താണെന്നറിയാമോ? അവരെ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട്, അവരുടെ മോക്ക് ആ ഭംഗി കിട്ടാത്തത് കൊണ്ട്, അതായത് ഫിസിക്കൽ ഭംഗിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഭംഗി കിട്ടാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ മകൾക്ക് അമ്മയോടൊരു ദേഷ്യമുണ്ട്. ആ ദേഷ്യം പല രൂപേണ അവർ പ്രകടിപ്പിക്കാറുമുണ്ട്. ഈ കുട്ടി പ്രകടിപ്പിക്കാറുമുണ്ട്. അമ്മ അങ്ങനെ ചെയ്യരുത്, അമ്മ ആ തുണി ഉടുക്കരുത്, അമ്മയ്ക്ക് ഈ സാരി ചേരില്ല, അമ്മ എന്തിനാണ് ഈ ബാഗ് ഇടുന്നത്, അമ്മ എന്താ ചെറുപ്പക്കാരിയാണോ, അമ്മ പ്രായമുള്ള ആളല്ലേ, അമ്മ പ്രായമുള്ള പോലെ നടക്കണം, അമ്മ എന്തിനാണ് ഡൈ ചെയ്യുന്നത്, അമ്മ എൻ്റെ അമ്മയല്ലേ, അമ്മ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്. അമ്മയ്ക്ക് 100 കൂട്ടം നിയമങ്ങളാണ്. അതായത് അമ്മ എല്ലാം ചെയ്യുന്ന തെറ്റാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഈ കുട്ടി എപ്പോഴും ഈ സ്ത്രീയോട് വഴക്കിടുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം വരുന്നു. കാരണം അവരത്രയും സ്നേഹിച്ച് മക്കളെ വളർത്തിയൊരു സ്ത്രീയാണ്. അമ്മമാരെന്ന് പറയുന്ന പലപ്പോഴും അമ്മമാരായാലും ഏത് സ്ത്രീകളായാലും നമ്മൾ രാവിലെ നമുക്കും കുറച്ച് ഉറങ്ങണമെന്നൊക്കെ തോന്നില്ലേ? ഇച്ചിരി നേരം കൂടെ ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം, ഭർത്താവിന് ജോലിക്ക് പോകണം, നമുക്ക് ജോലിക്ക് പോകണം, വീട്ടിൽ ആൾക്കാരുണ്ട് അവർക്കെല്ലാം ആഹാരം കൊടുക്കണം എന്നുള്ള ചിന്തകളിൽ നമ്മുടെ ഉറക്കത്തെ നമ്മൾ കളഞ്ഞ് അവിടുന്ന് ചാടി എണീച്ച് നമ്മൾ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിൽ 10-15 മിനിറ്റ് ഇരുന്ന് എന്നാലും അതെല്ലാം ഉണ്ടാക്കി വെച്ച് ഉച്ചക്കലത്തേക്കുള്ളതും വൈകിട്ടത്തേക്കുള്ളതും എല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മൾ നമ്മുടെ ജോലിക്ക് പോകുന്നു. തിരിച്ചു വന്നിട്ട് നമുക്ക് സമാധാനമില്ല. വീണ്ടും അടുക്കളയിലോട്ട് തന്നെ നമ്മൾ കയറുന്നത്. അവിടെ ഒരാൾ പോലും നമ്മളെ സഹായിക്കാനുണ്ടാകത്തില്ല. നമ്മൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ഒരു വെള്ളം കുടിച്ച ഗ്ലാസ് പോലും കഴുകുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പോഴും അവരുടെ അടിവസ്ത്രങ്ങൾ പോലും കഴുകി കൊടുക്കുന്ന അമ്മമാരുണ്ട്. 17, 18, 20, 22 വയസ്സുള്ള കുട്ടികളുടെ അടിവസ്ത്രം കഴുകി കൊടുക്കുന്നത് ആണായാലും പെണ്ണായാലും കഴുകി കൊടുക്കുന്ന അമ്മമാരുണ്ട്. അങ്ങനെയുള്ള അമ്മമാർ എന്ത് ചെയ്താലും മക്കൾക്ക് കുറ്റമാണ്. എന്ത് ചെയ്താലും കുറ്റമാണ്. ഇപ്പം അവർ എന്നോട് പറയുകയായിരുന്നു, അവരുടെ മകള് ഇവർ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇവരുടെ ഫോൺ ചെക്ക് ചെയ്യും. മകൾ ചെയ്യുന്ന വേലയാണ് ഫോൺ ചെക്ക് ചെയ്യും. ഫോൺ ചെക്ക് ചെയ്തിട്ട് ഇവർ ആരോട് സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു, എത്ര നേരം സംസാരിച്ചു, ഇതൊക്കെ നിങ്ങളുടെ ആരാണ്, ഓരോരുത്തരെ പറ്റിയിട്ട് സ്റ്റഡി നടത്തും. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് വീട്ടിൽ ദിവസം കലഹമാണ്. അതായത് നമ്മൾ ആ പാവം പിടിച്ച അമ്മ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് അവർ വാങ്ങിച്ച സാധനങ്ങൾ വെച്ച് അവർ അടുക്കളയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരം കഴിച്ച് ആ ആഹാരത്തിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടിട്ട് അമ്മയെ പറയും നമ്മൾ. അപ്പം ഇതിനകത്ത് ജിൻസിയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. എല്ലാ പിള്ളേരും ഒരു പ്രായം ഇങ്ങനെ തന്നെ കാണിക്കും അല്ലേ? അത് ഇന്ന പ്രായത്തിലുള്ളവരുന്നു ഇന്ന പ്രായത്തിൽ എനിക്ക് തോന്നുന്നു അതിപ്പോൾ കുറച്ചുകൂടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ തള്ളവൈബും തന്തവൈബും ഒക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ. നിങ്ങളാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നിട്ട് സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടും എന്തുകൊണ്ട് ഒരാളെ ഹഗ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിക്കൂടാ, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിക്കൂടാ എന്നെല്ലാം പറയുന്ന നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് ഇത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അച്ഛനെ ഇഷ്ടമല്ല, അമ്മയെ ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞു വരുന്നത്. ഇത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അമ്മയെ കാണാൻ കൊള്ളാം, അച്ഛനെ കാണാൻ കൊള്ളാം എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ പറയും സൗന്ദര്യം ഒരു ഘടകമേ അല്ല ഒന്നിനും, മാനസിക സൗന്ദര്യമോ വലുതെന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഈ സൗന്ദര്യത്തിൻ്റെ പുറത്ത് അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലേ? കുറ്റപ്പെടുത്താറുണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട, ശരിക്കും കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ പലതവണ എൻ്റെ സ്ഥാപനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കളർ കുറഞ്ഞ തുണി അമ്മ ഉടുത്താൽ മതി എന്ന് പറയുന്നവരുണ്ട്.
അമ്മ ഇങ്ങനെ മുടി കെട്ടണ്ട, അമ്മയ്ക്ക് നല്ലപോലെ ചേരും, അതുകൊണ്ട് അമ്മ ആൾക്കാർ നോക്കുമെന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ എനിക്കറിയാം. ഇതെല്ലാം ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. കഴിവതും മക്കളെ നിങ്ങൾ അമ്മമാരെ വിഷമിപ്പിക്കാതിരിക്കണം. കാരണം അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തുമ്പം പല പല പ്രതീക്ഷകളോടുകൂടിയാണ് നിങ്ങളെ വളർത്തുന്നത്. അവരെ എന്തിനാണ് നിങ്ങൾ ശത്രുവായിട്ട് കാണുന്നത്? എന്തിനാണ്? അവരുടെ ഇനിയും ശിഷ്ടകാലമുള്ള ജീവിതം അവരൊന്ന് സന്തോഷിക്കട്ടെ. ഇപ്പോഴൊക്കെയല്ലേ നമ്മൾ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞ് വരുന്ന, ഇപ്പോഴല്ലേ അവരുടെ ഈ മൊബൈലുകളൊക്കെ കിട്ടിയത്. അവരെ കിടക്കാൻ നേരമെങ്കിൽ അവരുടെ മൊബൈലൊന്ന് ഉപയോഗിച്ചോട്ടെ. ഈ കിടക്കാൻ നേരമെങ്കിൽ അവരുടെ മൊബൈലൊന്ന് ഉപയോഗിച്ചോട്ടെ. അതിനെന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? നമ്മുടെ അമ്മമാരും കുറച്ച് സന്തോഷിക്കട്ടെ. അവർ ഇത്രയും കാലം കിടന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവരല്ലേ. അവർ കുറച്ചുകൂടെ സന്തോഷിക്കട്ടെ. അത് അവരുടെ പ്രായം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത്. പലപ്പോഴും നമ്മുടെ അമ്മമാരോട് നമ്മൾ പറയുന്ന ഓരോ മോശം വാക്കുകളും ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഓരോ കാര്യത്തിലും. എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾ കാണിക്കുന്ന പോലൊന്നുമില്ല, എങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ആ ദേഷ്യപ്പെടുമ്പോൾ പോലും ഞാനിപ്പോൾ ഇന്ന് എൻ്റെ അമ്മയില്ലാതെ വന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നു, ഞാൻ എൻ്റെ അമ്മയോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, എൻ്റെ അമ്മയായിരുന്നു എനിക്കെല്ലാം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അമ്മയുള്ളിടത്തോളമേ ഉള്ളൂ മക്കളെ നമുക്ക് സ്വർഗം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ എല്ലാം കണക്കാണ്. ആരുണ്ടെങ്കിലും കണക്കാണ്. അവിടെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ലെ മക്കളുണ്ടെന്ന് പറഞ്ഞാൽ ഒക്കെ കണക്കാണ്. അതുകൊണ്ട് അമ്മയുള്ളതാണ് നമ്മുടെ സ്വർഗം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അമ്മമാരെ കഴിവതും വേദനിപ്പിക്കാതിരിക്കുക. എല്ലാ അമ്മമാരും നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ അമ്മമാരും അത്ര നല്ലതൊന്നുമല്ല. കാരണം ഇന്നത്തെ അവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങളെ എത്തിച്ചതിൻ്റെ പ്രധാന കാരണം അമ്മമാർ തന്നെയാണ്. ആവശ്യമില്ലാത്ത ലാളനകളൊക്കെ കൊടുത്ത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോൻ അങ്ങനെ ചെയ്ത്, മോനിങ്ങനെ ചെയ്ത്, മോനെ അങ്ങനെ, മോനെ ഇങ്ങനെ പറഞ്ഞ് 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 എല്ലാ മക്കളും വിചാരിച്ചു സ്നേഹം എനിക്ക് എൻ്റെ മാത്രമാണ് അമ്മ, എനിക്ക് മാത്രം തരണം സ്നേഹം. പക്ഷെ ഞാൻ അമ്മയ്ക്ക് സ്നേഹം കൊടുക്കത്തില്ല, ഞാൻ കൊടുക്കത്തില്ല. ഈ റീലുകളിലൊക്കെ കാണുന്നതാണോ യഥാർത്ഥ സ്നേഹമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരമ്മയ്ക്കോ അച്ഛനോ വയ്യാതെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് ഉപകരിക്കുന്നതാണ് മക്കൾ. അല്ലാതെ റീലുകളിൽ കാണിക്കുന്നതൊക്കെയാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവരുടെ വീടുകളിലൊക്കെ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. എനിക്ക് അറിയാത്ത കാര്യത്തെ പറ്റിയിട്ട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ മക്കളൊരു കാര്യം ചെയ്യണം. എല്ലാ മക്കളും അമ്മമാരെ സ്നേഹിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കേ. അവരെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അവരുടെ ഇനിയുള്ള കാലത്ത് അവരൊന്ന് സന്തോഷിക്കട്ടെ. ഇത്രയും കാലം വല്ലവർക്കും വേണ്ടിയിട്ടല്ലേ അവർ ജീവിച്ചത്. സ്ത്രീകളൊക്കെയുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇത്രയും കാലം വല്ലവർക്കും ഒക്കെ വേണ്ടിയിട്ടല്ലേ ജീവിച്ചത്. ഇനിയെങ്കിലും അവർക്ക് അവരുടെ സൗഹൃദങ്ങളെ വെറുതെ വിടുക. അവരൊരു സിനിമ കാണാൻ പോട്ടെ, അവരൊരു അമ്പലത്തിൽ പോകട്ടെ. എന്താ അവർക്ക് ഇതൊക്കെ ചെയ്താൽ? അവർ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന കാശിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും മക്കൾ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നാളെ അവരുടെയൊക്കെ ചെലവിൽ ജീവിക്കേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യുമെന്ന് അമ്മമാരൊന്ന് ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഞാൻ അമ്മമാരോടായിട്ട് പറയുന്നു, നിങ്ങളുടെ സന്തോഷം കളഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണേലും ആർക്ക് വേണ്ടിയിട്ടാണേലും ചെയ്യരുത്. അതെല്ലാ വ്യക്തികളും നമ്മളെല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കണം. സ്വന്തമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേ. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക. ഒറ്റയ്ക്കേ ഉള്ളൂ. എനിക്കൊരു ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കണമെന്ന് തോന്നി കഴിക്കുക. അത് നാളത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ചെയ്യുക. ആ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. മക്കളെ വളർത്തിയ കണക്ക് പറഞ്ഞാൽ അത് അവിടെ ഇരുന്ന് കണക്ക് പറയത്തതേ ഉള്ളൂ. ഈ മക്കൾക്ക് ഇതൊന്നും ഓർമ്മയുണ്ടാകത്തില്ല. നമ്മൾ കൊടുത്ത ആഹാരത്തിൻ്റെ ഊർജ്ജം സംഭരിച്ചാൽ നമ്മളെ ചീത്ത വിളിക്കുന്നവർ അല്ലേ? അത് തന്നെയാണ്. അതുകൊണ്ട് അവരിതൊന്നും ഓർക്കാൻ പോകുന്നില്ല. അവരുടെ ലൈഫിന് അവർ പോകും. അതുകൊണ്ട് നമ്മൾ സന്തോഷിച്ച് അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പറയുന്നത്, എനിക്ക് എൻ്റെ റിക്വസ്റ്റാണ്, കുഞ്ഞുങ്ങളെ അമ്മമാരെയും അച്ഛന്മാരെയും ഒന്നും അധികം വിഷമിപ്പിക്കാതിരിക്കും. ഇച്ചിരി കള്ളത്തരങ്ങളൊക്കെ നമ്മൾ കാണിക്കും, പക്ഷെ ഒരുപാട് വിഷമിപ്പിക്കല്ലേ.